ഓം ശാന്തി. ലഹരി വിമുക്ത കേരളത്തിൻ്റെ ക്യാമ്പയിൻ പാലക്കാടിൻ്റെ സ്വീകരണ ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. നമുക്കേവർക്കും ഒരു നിമിഷം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാം. വിശ്വം നമിക്കും വിശ്വനാഥ ബാബ ഗുരുവേ പരമാത്മനേ. സദ്ഗുരു പരമാത്മനേ. വിശ്വം നമിക്കും വിശ്വനാഥ ബാബ ഗുരുവേ പരമാത്മനേ. സദ്ഗുരു പരമാത്മനേ. ജീവരഥത്തിൻ ഭാരം വഹിക്കാൻ ഹൃദയശ്രീ കോവിലിൽ ദീപം തെളിക്കാൻ. ജീവരഥത്തിൻ ഭാരം വഹിക്കാൻ ഹൃദയശ്രീ കോവിലിൽ ദീപം തെളിക്കാൻ. കാലം നിയോഗിച്ച കാരുണ്യമേ ബാബ ഗുരുവേ പരമാത്മനേ. സദ്ഗുരു പരമാത്മനേ. വിശ്വം നമിക്കും വിശ്വനാഥ ബാബ. ഓം ശാന്തി. മാനവികത, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, വ്യക്തിത്വ വികാസം, സാമൂഹിക പരിവർത്തനം തുടങ്ങിയ മേഖലകളിൽ 140-ലധികം രാജ്യങ്ങളിലായി സേവനം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ആത്മീയ സംഘടനയാണ് ബ്രഹ്മകുമാരീസ്. ലഹരി വിമോചനം ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യനീതി സശക്തീകരണ മന്ത്രാലയത്തിൻ്റെ നശാമുക്ത ഭാരത് അഭിയാൻ, ഭാരത സർക്കാർ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മിഷൻ സ്പന്ദൻ എന്നീ ദേശീയ ക്യാമ്പയിനുകൾ നടപ്പിലാക്കുന്നതിന് ബ്രഹ്മകുമാരീസുമായി ഭാരത സർക്കാർ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരിക്കുന്നു എന്ന വിവരം ഈ അവസരത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനതല ലഹരി വിമുക്ത അവബോധ വാഹന ക്യാമ്പയിൻ 2025 മാർച്ച് 27 ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർജി തിരുവനന്തപുരത്ത് രാജഭവനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനമാകെ സഞ്ചരിക്കുന്ന ഈ ലഹരി വിമുക്ത അവബോധ വാഹനത്തിലൂടെ ആന്തരികമായ ബലം, മാറ്റം, ലഹരി വിമുക്ത ജീവിതം, ആത്മബലം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ ഉയർച്ച മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സേവനം ചെയ്യുന്ന ഈ റാലി കഴിഞ്ഞ ഒക്ടോബർ 24 മലപ്പുറം, പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ സേവനത്തിനായി എത്തിച്ചേർന്നത്. പരപ്പനങ്ങാടി, കോട്ടയ്ക്കൽ, തിരൂര്, കുറ്റിപ്പുറം, മലപ്പുറം ജില്ലയിലെത്തി പിന്നീട് അത് ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പാലക്കാട്, ഇനി അടുത്ത ഒരാഴ്ച കാലം കൂടി ഉണ്ടാകും, അട്ടപ്പാടി വരയ്ക്കും ഈ റാലി പോകുന്നതാണ്. ഈ റാലിക്ക് ഇപ്പോൾ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഒപ്പം നമ്മുടെ വേദിയിലിരുത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം പറയുന്നതിന് നമ്മുടെ സ്വന്തം ബ്രഹ്മകുമാരീസിൻ്റെ മീഡിയ കോർഡിനേറ്ററായ GK ബായിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ശാന്തി. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പാലക്കാട് ശിവജ്യോതി ഭവൻ കേന്ദ്രീകരിച്ച് നമ്മുടെ ലഹരിമുക്ത ക്യാമ്പയിൻ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ലഹരിമുക്ത ക്യാമ്പയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ കേവലം ഒരു പ്രബോധനം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. ലഹരിക്കെതിരായിട്ട് ഓരോ മനുഷ്യ മനസ്സുകളെയും സശക്തീകരിക്കുക എന്നുള്ള ആ ഒരു മുഖ്യമായ ലക്ഷ്യം. കാരണം നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ലഹരികൾക്കും മറ്റ് പല
സാധനങ്ങൾക്ക് നമ്മൾ വളരെയധികം അടിമകളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഓരോ മനുഷ്യ മനസ്സുകൾക്കും ശക്തിയില്ലാതാകുമ്പോഴാണ് നമ്മൾ പലതിനും അടിമപ്പെടുന്നത്. അപ്പോൾ ഒരു ആത്മസശക്തീകരണം എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മുക്തി നേടാൻ പറ്റുള്ളൂ. മുക്തി നേടുക എന്ന് മാത്രമല്ല, നമുക്കറിയാം പലരും ഈ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്നതിന് മുഖ്യമായ കാരണം എന്ന് പറയുന്നത് ഒരു പിയർ പ്രഷർ എന്ന് പറയും. നമുക്ക് സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രഷറുകൾ ആ രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇതിനടിമകളാകുന്നത്. നമുക്കതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതിനെങ്ങനെ നേരിടാം എന്നറിയാതെ നമ്മൾ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് മനുഷ്യർ മാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടത് എന്നുള്ളതിനുള്ള ഒരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് കേവലം നമുക്ക് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിലൂടെ മാത്രം നമുക്കുണ്ടാകുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മറ്റൊരു തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൂടി ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയായിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. മിഷൻ സ്പന്ദൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പദ്ധതി. ആ പദ്ധതിയോട് ഭാഗമായിട്ടാണ് ഈ ഒരു ലഹരി മുക്ത ക്യാമ്പയിൻ നടക്കുന്നത്. മിഷൻ സ്പന്ദൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അവരിപ്പോൾ സർക്കാരും തിരിച്ചറിഞ്ഞുകൊണ്ട് കേവലം മറ്റുള്ള ബോധവൽക്കരണങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളിലൂടെ മാത്രം ആരെയും നമുക്കിതിന്ന് പെർമനൻ്റായിട്ട് മുക്തമാക്കാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അവയർനെസ്സും മെഡിറ്റേഷൻ പോലെയുള്ള ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഓരോ മനുഷ്യ മനസ്സുകളെയും സശക്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ അവർക്ക് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ നിന്നും മാറി നിൽക്കാനും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ മാറി നിൽക്കുക, അതിൽ പെടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ശക്തിയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാനും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സമചിത്തതയും ഒരു ധൈര്യവും ഒരു ബോധവും അവർക്ക് ഈ ഒരു ക്ലാസ്സുകളിലൂടെ മെഡിറ്റേഷനിലൂടെ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു അവയർനെസ് എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാരഥ്യം വഹിക്കുന്ന ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ള നമ്മുടെ ആദരണീയ PK സതീഷ് ബ്രദർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സാദരം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ സഹായ സഹകരണം ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന വാർഡ് കൗൺസിലറും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ വാർഡ് കൗൺസിലർ ശശികുമാർ ബ്രദറിനെയും ഞാൻ അർത്ഥപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മുഴുവൻ ഉടനീളം ഇതിൻ്റെ ക്യാമ്പയിനുകൾ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത്, നമ്മുടെ ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് ഏകദേശം 140 രാജ്യങ്ങളിൽ 10,000-ൽ പരം ശാഖകളോടുകൂടി ഈ ആത്മീയ സാമൂഹിക സേവനം സൗജന്യമായിട്ടാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതി, മത, സ്ത്രീ, പുരുഷ പ്രായ വ്യത്യാസങ്ങളില്ലാതെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ട് നമുക്ക് ഏകദേശം 10-40ഓളം ഇതിൻ്റെ കേന്ദ്രങ്ങളും ഉപകേന്ദ്രങ്ങളും അതുപോലെ പാഠശാലകൾ എന്ന് പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സാരഥ്യം വഹിച്ചുകൊണ്ട് ഈ ഒരു കേന്ദ്രത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, ഇതിനെ സാരഥ്യം വഹിക്കുന്ന നമ്മുടെ ബ്രഹ്മകുമാരി മീനാബേൻജിയുമുണ്ട്. മീനാബേൻജിയെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ഈ 2 ജില്ലകളിലുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെതായിട്ടുള്ള തന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, ബ്രഹ്മകുമാരി സഹോദരി സഹോദരന്മാരെല്ലാവരും ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ക്യാമ്പയിൻ, അതായത് നമ്മുടെ 2 മാസത്തോളമുള്ള പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ള ക്യാമ്പയിന് ക്യാപ്റ്റനായിട്ട് അതിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാരായിട്ടുള്ള
പവിത്ര ബഹൻ, അതുപോലെ തന്നെ സുകന്യ സിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീറാം ബ്രദർ, അതുപോലെ വൈശാഖ് ഭായ്, അവരെല്ലാവരും ഉണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വർക്കിംഗ് ഡേ ആയിട്ടും താങ്കളെല്ലാവരും എത്തിച്ചേർന്ന് ഇതിനെ ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാനും ഇതിൻ്റെ കൂടെ അനുഭവിക്കാനും വേണ്ടിയിട്ട് താങ്കളെല്ലാവരും വന്നിട്ടുണ്ട്. താങ്കൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഓം ശാന്തി. നന്ദി ഗോപാൽകൃഷ്ണൻ ബ്രദർ. അടുത്തതായി ബഹുമാനപ്പെട്ട ആദരണീയനായ PK സതീഷ് സാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അദ്ദേഹത്തിന് പവിത്ര ബഹൻ ബൊക്കെ നൽകി നമ്മുടെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ വാർഡ് കൗൺസിലറായ ശശികുമാർ സാറിനും ബൊക്കെ നൽകി സ്വീകരിക്കുന്നു ഈ വേദിയിലേക്ക്. നമ്മുടെ റാലിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരാണ് വേദിയിലിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ സതീഷ് സാർ എല്ലാവർക്കും പൂച്ചെണ്ട് നൽകി അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റാലിയുടെ സ്വീകരണ ചടങ്ങാണിത്. എല്ലാവർക്കും അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുഡ് വിഷസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന ഈ വിപത്തിനെ കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയും ബ്രഹ്മകുമാരീസും രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ മെഡിക്കൽ വിങ്ങും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും പോലീസും സാമൂഹിക സന്നദ്ധ സംഘടനകളും ചേർന്ന് കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുകയാണ് ലഹരിയിൽ നിന്നും വിമുക്തി, ലഹരി മുക്ത കേരളം എന്ന ഈ പ്രചരണ പരിപാടിക്ക് പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ബ്രഹ്മകുമാരീസിന്റെ സേവന പ്രവർത്തനങ്ങളുടെ സാരഥ്യം വഹിക്കുന്ന ബ്രഹ്മകുമാരി മീന ബെഹൻജി അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഈ റാലിക്കായി. അതിനു മുൻപായി നമുക്ക് വേദിയിലെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട ആദരണീയനായ PK സതീഷ് സാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് പാലക്കാടിൻ്റെ അദ്ദേഹം ഈ റാലിക്ക് മംഗളാശംസകളും ഒപ്പം സ്വീകരണ ചടങ്ങ് നടത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ആരാധ്യയായ മീന ബഹൻജി അവർ
ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ഗോപാലകൃഷ്ണൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശിവകുമാർജി, മറ്റു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്തായിട്ട് ലഹരി ആസക്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക വിപത്ത് എന്ന് പറയാൻ കാരണം ഈ കഴിഞ്ഞ 10 മാസ കാലയളവിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം 33 കൊലപാതകങ്ങളാണ് നടന്നത്. അത് നടത്തിയവരുടെ പ്രായം 25 വയസ്സിന് താഴെയാണ്. അതിൻ്റെ കാരണം ഈ ലഹരിയായിരുന്നു. എക്സൈസും പോലീസും ശക്തമായ നടപടി ഇതിനെതിരെ കൈകൊള്ളുന്നുണ്ട്. 2024 മാത്രം എക്സൈസും പോലീസും ചേർന്ന് ഏകദേശം 30,000 മയക്കുമരുന്ന് കേസുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. ആയിരക്കണക്കിന് ആളുകളെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, പെൺകുട്ടികൾ ഉൾപ്പെടെ ഇന്ന് കേരളത്തിലെ വിവിധ ജയിലുകളിൽ ജയിൽ ശിക്ഷ കാത്തു കിടക്കുകയാണ്. ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷ വലിയ ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത്. 40 വർഷം വരെ ശിക്ഷ കിട്ടാം. കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ നൽകാൻ പറയുന്നു. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുടെ സ്വത്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ പറയുന്ന വലിയ വലിയ ശിക്ഷാ നടപടിക്രമങ്ങളാണ് നിയമത്തിൽ പറയുന്നത്. ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ള കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ, യുവതീ യുവാക്കളുടെ രക്ഷിതാക്കളും അച്ഛനമ്മമാരും കൂട്ടത്തോടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, MLA-മാരുടെ മുമ്പിൽ, ഭരണകർത്താക്കളുടെ മുമ്പിൽ, ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കേണ് അപേക്ഷിച്ച് കരയുന്ന ഭീകര ചിത്രമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു എക്സൈസോ പോലീസോ വിചാരിച്ചത് കൊണ്ട് ഇത് തടയാൻ, ഇല്ലാതാക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു യുദ്ധം, ഒരു യജ്ഞം ഈ ലഹരിക്കെതിരെ തുടങ്ങിയിരിക്കുന്നത്. ആ മഹത്തായ യജ്ഞത്തിലേക്കാണ് ബ്രഹ്മകുമാരീസ് എന്ന മഹത്തായ ആത്മീയ പ്രസ്ഥാനം ഞങ്ങളിൽ കഴിയാവുന്ന രീതിയിലുള്ള മഹത് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമൂഹിക സേവനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ലഹരി ആസക്തി ഒരു രോഗമാണ്. പല രക്ഷിതാക്കളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളിൽ, മക്കളിൽ ഈ ലഹരി ആസക്തി ഉണ്ടാകുന്ന സമയത്ത് അത് രഹസ്യമാക്കി വയ്ക്കുന്നതാണ് സാധാരണ കാണുന്നത്. അത് തെറ്റാണ്. കാരണം നമുക്ക് പനിയോ ജലദോഷമോ വന്നാൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നത് പോലെ ലഹരി ആസക്തി ഉണ്ടെങ്കിൽ നിർബന്ധമായും ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ചികിത്സ കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുകയുള്ളൂ. പലരും മക്കളുടെ ഭാവിയെ കരുതി രഹസ്യമായി വയ്ക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീടുകളിലുണ്ട്. അത് പിന്നീട് ദുരന്തങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സത്യത്തിൽ ഞങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നേരിൽ കണ്ട് അതിനെതിരെ പ്രവർത്തിച്ച് കേസ് എഴുതി കൈ തരംപിച്ച് തലച്ചോറ് മരവിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ഭീകരമാണ്. കഴിഞ്ഞ 4 മാസം മുമ്പാണ് ഒരു 21 വയസ്സുള്ള ഒരു യുവാവ് സ്പീഡിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന് BCom സെക്കൻഡ് ഇയർ പഠിക്കുന്ന കോട്ടയം CMS കോളേജിലെ ഒരു പെൺകുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തലച്ചോറ് റോഡിൽ ചെതറിയ ആ പയ്യൻ പറയുകയാണ് പോലീസിനോട്, വണ്ടി ആകുമ്പോൾ തട്ടുമുട്ടുമൊക്കെ ചെയ്യും സാറേ, അതിലിപ്പോൾ എന്താണ് അത്ഭുതം എന്നാണ് ചോദിച്ചത്. ലഹരിക്ക് ഉപയോഗത്തിനെതിരെ ചോദ്യം ചെയ്ത ഒരു 24 വയസ്സുകാരൻ ഇരുമ്പ് വടി കൊണ്ട് തൊട്ട അയൽവാസിയായ 3 പേരെ സ്വന്തം മക്കളുടെ മുമ്പിൽ തലക്കടിച്ചു കൊന്നു. നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. ഒരു അധ്യാപകൻ MDMA എന്ന രാസലഹരിക്ക് അടിമയായി 22 വയസ്സുള്ള വന്ദനാദാസ് എന്നൊരു ഡോക്ടറെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സിറിഞ്ച് കത്തിക്കൊണ്ട് 22 കുത്തുകുത്തി കൊന്നു. ഞാനിത് പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഭീകരതയാണ്. അങ്ങ് റെയിൽവേ കോളനിയിൽ പാലക്കാട് സംഭവിച്ചൊരു ഭീകര ദൃശ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് മറന്നു കാണും. 24 വയസ്സുള്ള കൊക്കൈൻ ഉപയോഗിക്കുന്ന ഒരു യുവാവ് ജോലി നഷ്ടപ്പെട്ട് ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നതാണ്. ഇയാൾക്ക് ദിവസേന കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കാൻ 2000 രൂപ വേണം. ഈ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളാണ്. മകൻ്റെ ഉപദ്രവവും ശല്യവും ഭീഷണിയും സഹിക്കവയ്യാതെ
അയൽവാസികളിൽ നിന്നും മറ്റും കടം വാങ്ങി ഇത് കൊടുക്കുകയാണ്. ഒരു ദിവസം കൊടുക്കാൻ പറ്റാതിരുന്നപ്പോൾ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് സ്വന്തം അച്ഛനും അമ്മയെയും 68 വെട്ടുവെട്ടി. ഹേമാംബിനഗർ പോലീസ് സ്റ്റേഷനിൽ FIR പറയുന്നതാണ്. മരണവെപ്രാളത്തിൽ ആ പാവപ്പെട്ടമ്മ ദാഹജലം ചോദിച്ചപ്പോൾ വായിൽ കീടനാശിനി ഒഴിച്ചു കൊടുത്ത മകൻ. പോസ്റ്റ്മോർട്ടത്തിൽ അമ്മയുടെ വായിൽ കീടനാശിനി കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞതാ, ഒരു മനുഷ്യൻ മൃഗമായി പോകുന്നൊരവസ്ഥ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, സാർ ഈ പറയുന്ന കാര്യം ഞങ്ങളെയൊന്നും ബാധിക്കുന്നില്ല, എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ല, എൻ്റെ ബന്ധുക്കൾ ഉപയോഗിക്കുന്നില്ല, വീട്ടുകാർ ഉപയോഗിക്കുന്നില്ല, അയൽവാസികൾ ഉപയോഗിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന്. കാരണം കൊല്ലം പോലീസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ടൗണിൽ വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തിലേക്ക് വരുന്ന ഒരു ഇൻട്രസ്റ്റേറ്റ് ബസ്സിലെ ഡ്രൈവറിൽ നിന്ന് ഈ പറഞ്ഞ രാസലഹരിയായ MDMA 120 ഗ്രാം കണ്ടെത്തിയത്. ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞതെന്താണെന്നറിയോ, എനിക്ക് ആഴ്ചയിൽ 3-4 ദിവസം ഉറക്കമൊഴിച്ച് വാഹനം ഓടിക്കണം, എനിക്കിത് ഉപയോഗിച്ചാൽ ഉറക്കമേ വരില്ല, ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാണ് ചോദിച്ചത്. നമ്മളാരും ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നില്ല, ബന്ധുക്കൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾ നാളെ ബാംഗ്ലൂരിലേക്കും കൊല്ലത്തിലേക്കും സേലത്തിലേക്കും കോയമ്പത്തൂരിലേക്കും യാത്ര ചെയ്യുന്നത് ഇത്തരം രാസലഹരി ഉപയോഗിച്ച ഡ്രൈവർമാർ ഓടിക്കുന്ന വാഹനത്തിലാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ജീവൻ എന്തുറപ്പാണ് ഉള്ളതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഈ ലഹരി എന്ന വിപത്ത്. ഇതിനോട് പുറംതിരിഞ്ഞ് നടന്നാൽ നാളെ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനമാണ് ഇല്ലാതാവാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മുഴുവൻ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ ലഹരി വിപത്തിനെ നേരിടാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളിലും ക്ലബ്ബുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോളേജുകളിലും മെഡിക്കൽ കോളേജിൽ വരെ ഈ സന്ദേശത്തിനെതിരെയുള്ള വ്യാപക പ്രചരണങ്ങൾ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. വിമുക്തി മിഷൻ എന്ന പദ്ധതിയുടെ കീഴിൽ വ്യാപകമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നത്. ഒരു സൈഡിൽ അതിശക്തമായ കേസെടുപ്പും ശിക്ഷാ നടപടികളും തുടരുന്നതിനോടൊപ്പം തന്നെ മറുവശത്ത് ശക്തമായ ബോധവൽക്കരണ പരിപാടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. 14 ജില്ലകളിലും ഈ ലഹരിക്കെതിരെ കൗൺസിലിംഗ് കൊടുക്കുന്നതിന്, സൗജന്യ ചികിത്സ കൊടുക്കുന്നതിന് ഗവൺമെൻറ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം ക്ലാസ്സുകളിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് പൊതുജനങ്ങൾ ഞങ്ങളെ വിമർശിക്കാറുണ്ട്. ഈ ബോധവൽക്കരണം കേട്ടിട്ട് ആരെങ്കിലും നന്നാവുമോ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കാറുണ്ട്. വളരെ അഭിമാനത്തോടെ പാലക്കാട് എക്സൈസ് ജില്ലാ മേധാവി എന്ന നിലയിൽ എനിക്ക് പറയുവാൻ കഴിയും, ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് 1481 പേർക്ക് സൗജന്യ ചികിത്സയും കൗൺസിലിങ്ങും കൊടുത്ത് യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാലക്കാട് എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ ആ സംഖ്യ ചെറുതായിരിക്കാം, എങ്കിലും ഇതുപോലുള്ള മഹത്തായ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ബ്രഹ്മകുമാരീസ് പോലുള്ള മഹത്തായ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ സംഖ്യ നമുക്കിനിയും കൂട്ടുവാൻ കഴിയും. ആ മഹത്തായ യജ്ഞത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം നിസ്വാർത്ഥമായിട്ട് പല സംഘടനകളെയും ഞങ്ങൾ നിർബന്ധിക്കുകയാണ് ചെയ്യുക, നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് പല സ്പോൺസറും ഞങ്ങൾ പിന്നാലെ നടക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ കാണുന്ന ഈ വിപത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് സ്വയം മുന്നോട്ട് വന്ന ബ്രഹ്മകുമാരീസ് എന്ന ആത്മീയ സംഘടനയെ കേരള ഗവൺമെൻറ്റിന് വേണ്ടി, എക്സൈസ് വകുപ്പിന് വേണ്ടി മുക്തകണ്ഠം ആശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും സഹായ സഹകരണങ്ങളും എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സതീഷ് സാർ. അടുത്തതായി ബ്രഹ്മകുമാരി മീന ബെഹൻജി സംസാരിക്കുന്നു. ഓം ശാന്തി. ആദരണീയനായ പാലക്കാട് എക്സൈസ് കമ്മീഷണർ സതീഷ് സാർ, പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ വാർഡ് കൗൺസിലർ ശശികുമാർ ഭായ്, ലഹരി മുക്ത ക്യാമ്പയിൻ ഈ പ്രചരണ അവയർനെസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരൻ ഗോപാലകൃഷ്ണൻ ഭായ്, ആത്മബന്ധുക്കളെ, വളരെയധികം സന്തോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞതിൻ്റെ സന്തോഷം. കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥയുടെ
മനുഷ്യ മനസ്സുകളുടെ അവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് സാറ് സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ആധാരത്തിൽ നമുക്ക് ഷെയർ ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള കർത്തവ്യബോധത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ വീട്ടിലാരുമില്ല എന്നതുകൊണ്ട് നമ്മളാരും സുരക്ഷിതരല്ല. ഇതൊരു മഹത്തായ വാർണിംഗ് ആണ് നമുക്കെല്ലാം. കാരണം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊരു സാമൂഹിക വിപത്തിൽ എങ്ങനെ നേരിടണം, അതിന് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന യോഗദാനം, നമ്മുടെ പാർട്ട്, നമ്മുടെ റോൾ എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ ഒരു അവസരമാണ് സാറിൻ്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് ലഭിച്ചത്. ഈ അവസരത്തിൽ സിസ്റ്റർക്ക് ഓർമ്മ വരുന്നത് 1936 ഈശ്വരി വിശ്വവിദ്യാലയം സ്ഥാപന ചെയ്തപ്പോൾ മുതൽ ഇതിൻ്റെ സ്ഥാപകൻ തുടക്കത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു 60ഓളം കുട്ടികൾ, 8 വയസ്സ് മുതലുള്ള 60ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ ഓംനിവാസ് എന്ന് പറയുന്ന ഒരു ബോർഡിംഗ് സ്കൂള് ഉണ്ടാക്കിയിട്ട് അവിടെ അവർക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷനും ഭൗതികമായ എഡ്യൂക്കേഷനും നൽകിക്കൊണ്ട് വ്യക്തിത്വ നിർമ്മാണത്തിൻ്റെ ഒരു ഉദാത്തമായ ഒരു മാതൃകയായിട്ടാണ് ഈശ്വരി വിശ്വവിദ്യാലയം ആരംഭിക്കുന്നത്. അവർക്കവിടെ ഗണിതവും മറ്റ് എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല പെൺകുട്ടിയായി, നല്ലൊരു പുത്രനായി, ഒരു നല്ല പുത്രിയായി, ഒരു നല്ല വിദ്യാർത്ഥിയായി, ഒരു നല്ല വിദ്യാർത്ഥിനി എന്ന മനോഭാവത്തിൻ്റെ സൃഷ്ടിയാണ് നടത്തിക്കൊണ്ട് ആരംഭിച്ചത്. അത് വിദ്യാർത്ഥികളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഈ സത്സംഗത്തിൽ എല്ലാവരെയും കുടുംബസമേതം ഈ ഒരു എഡ്യൂക്കേഷൻ, ഒരു നല്ല മാനവനാകാൻ, ഒരു അമ്മയ്ക്ക് ഒരു നല്ല വീട്ടമ്മയാകാൻ, ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല ഭാര്യയാകാൻ, ഒരു ഡോക്ടർക്ക് ഒരു നല്ല ഡോക്ടറാകാൻ. ഇപ്പം നമുക്കതാണല്ലോ, ഡോക്ടർമാർ ധാരാളം ഉണ്ട്. ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല മനസ്സുള്ള ഡോക്ടർ, ഒരു പുത്രൻ ഒരു നല്ല പുത്രനാകാൻ. ഓരോ പുത്രന്മാരുടെ വികൃതികളെ കുറിച്ചാണല്ലോ ഇപ്പം നമ്മൾ സാറിൻ്റെ വാക്കുകളിലൂടെ കേട്ടത്. അപ്പം ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നൽകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമേ അതാണ്. നമ്മൾ ഓരോരുത്തർക്കും മറ്റ് സ്കൂളിൽ കോളേജിൽ നമ്മൾ പോയി പഠിക്കുമ്പോൾ നമുക്ക് എൻജിനീയറും ഡോക്ടറും ആകാൻ നമ്മൾ പഠിക്കും. പക്ഷെ എന്നിട്ടും ഒരു നല്ല എൻജിനീയർ, ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല മകനും ഒരു നല്ല മകളും ആകാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യമാണ് ഇന്നത്തെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അവിടെയാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആ നല്ലത് എന്ന് പറയുന്ന ഡിഗ്രി അത് നമുക്ക് പുറത്തു പോയി നേടേണ്ടതല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് മഹാനായ സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തിൽ അദ്ദേഹം പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പൂർണ്ണതയെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ്. ആ പൂർണ്ണത, ഡിവിനിറ്റി എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുണ്ട്. അതിനെ പുറത്തെടുക്കാനുള്ള എഡ്യൂക്കേഷനാണ് ആവശ്യം. പക്ഷെ ഇന്ന് പുറത്തുള്ളത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വിദ്യാഭ്യാസമാണ്. കാണാതെ പഠിക്കുക, മാർക്ക് വാങ്ങുക. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലൊരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത ഡിവിനിറ്റിയാണ്. അത് പീസാണ്, ഹാപ്പിനെസ്സാണ്, സത്യതയാണ്, ശുദ്ധിയാണ്, ശാന്തിയാണ്, അച്ചടക്കമാണ്. എല്ലാ ദൈവികമായ ഗുണങ്ങളും, വാല്യൂ സിസ്റ്റം മുഴുവൻ, പവേഴ്സ് മുഴുവൻ, നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം, എല്ലാ നന്മകളുടെയും ഉറവിടം നമ്മളാണ്. നമ്മുടെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. അതിന് പക്ഷേ നമുക്ക് നമ്മുടെ അകത്തേക്ക് തിരിയണം. സോ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെയാണ് വർക്ക് ചെയ്യണേ. നമ്മുടെ ഉള്ളിലൊരു വലിയ ലോകമുണ്ട്. ആ ആന്തരിക ലോകത്തിൽ സുഖവും ശാന്തിയും എല്ലാം ഉണ്ട്. കാരണം ഈ ലഹരി വസ്തുക്കളുടെ പിന്നാലെയുള്ള പാച്ചില് സുഖം തേടിയുള്ള പാച്ചിലാണ്, സമാധാനത്തിനുള്ള പാച്ചിലാണ്, സന്തോഷം കണ്ടെത്താനുള്ള പാച്ചിലാണ്. ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു കൊച്ചുകുട്ടി മുതൽ എത്ര വൃദ്ധനായ ആളാണെങ്കിലും, കാരണം ഇന്ന് യുവതലമുറകൾ മാത്രമല്ല, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും കുടുംബസ്ഥരും വളരെയധികം എഡ്യൂക്കേഷൻ. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഇത്രയും സാക്ഷരത നേടിയ ഒരു നാടാണ്.
വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും, വളരെ ഉന്നത തലങ്ങളിൽ ഇത്രയും ഉന്നത വിദ്യാഭ്യാസവും വലിയ പദവിയിലിരിക്കുന്നവർ പോലും ഈ ലഹരി വസ്തുക്കളുടെ പിടിയിൽ നിന്ന് മുക്തരല്ല. അത് പുകവലിയാണെങ്കിലും മദ്യപാനാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളാണെങ്കിലും. അപ്പം നമുക്ക് ആബാലവൃദ്ധ ജനങ്ങളുടെ ഉള്ളിലും ഈ ഒരു മാറ്റം ആവശ്യമാണ്. അപ്പം ആ ഒരു മാറ്റം സാറ് പറഞ്ഞതുപോലെ ഈ പുറമേയുള്ള നമുക്ക് ഭൗതികമായ പരിവർത്തനത്തിന് ശ്രമിക്കുന്ന പോലീസും പട്ടാളവും ഗവൺമെൻറ്റും റൂൾസും റെഗുലേഷൻസും മാത്രം പോരാ. മനുഷ്യൻ്റെ ഉള്ളിൽ ആന്തരികമായ ഒരു അവയർനെസ്, വ്യക്തിയുടെ ഉള്ളിൽ ആ ബോധം ഉണരണം. അപ്പം അവിടെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് സ്പിരിച്വൽ ഓർഗനൈസേഷനെയും കൂടി ഈ വിമോചന സേനയുടെ ഭാഗമാക്കണം. സാർ ഉച്ചരിച്ചൊരു വാക്ക് എനിക്ക് വളരെയധികം സന്തോഷം തന്നു. കാരണം ഈ വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള സേവനം ഒരു യജ്ഞമാണ്, ഒരു മഹത്തായ യജ്ഞമാണ്. ആ യജ്ഞത്തിൽ ഈ മുഴുവൻ നാടും കൈകോർക്കേണ്ടതുണ്ട്. അതിൽ സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. കാരണം ഇന്റേണലായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിന് ആവശ്യമുണ്ട്. ഒരു അവയർനെസ് വ്യക്തിക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ലെവലിലാണ് ബ്രഹ്മകുമാരീസ് പോലെയുള്ള ഏകദേശം 5 മുഖ്യ സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഈ NBA ഭാഗമായിട്ട് നമ്മൾ ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ബ്രഹ്മകുമാരീസ് കേവലം ഈ ഒരു ക്യാമ്പയിൻ, ഇപ്പം നമ്മൾ നടക്കുന്നത് ഈ ക്യാമ്പയിനാണ്. പക്ഷേ ഈ ക്യാമ്പയിൻ മാത്രമല്ല, ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രത്യേകത സാറിന് അറിയുന്നുണ്ടാവും. ഏകദേശം ഒരു 10-15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട് മുഴുവൻ ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സെൻ്ററുകളുണ്ട് നമുക്ക്. അപ്പം അത് കാരണം ആർക്ക് താല്പര്യത്തോടു കൂടി മാറണം, ഒന്ന് ഈ തെറ്റിലേക്ക് പോകാതിരിക്കുക. നമ്മൾ 2 ലെവലിലാണ് വർക്ക് ചെയ്യണം. ഒന്ന് ഇതിലേക്ക് പോകാതിരിക്കാനുള്ള ആന്തരിക സശക്തീകരണം, റെഗുലർ ആയിട്ടുള്ള ഒരു രാജയോഗി ലൈഫ് സ്റ്റൈലാണ് നമ്മളിവിടെ പഠിക്കുന്നത്. രാത്രി നേരത്തെ ഉറങ്ങാൻ, രാവിലെ നേരത്തെ എഴുന്നേക്കാൻ, ഡെയിലി സം പോസിറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സ് പറയാറുണ്ടല്ലോ. എന്താണോ അകത്തേക്ക് പോണേ അതിനനുസരിച്ചാണ്, ഇൻപുട്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ട്. കാരണം മനുഷ്യൻ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും, എങ്ങനെ ഈ സാധനങ്ങൾ കഴിക്കാം, ഈ സാധനങ്ങൾ എവിടെയൊക്കെ അവൈലബിൾ ആണ്, ഇതുപയോഗിച്ച് എന്തൊക്കെ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യാം, ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് പോകാനുള്ളൊരു ഫ്രീ എഡ്യൂക്കേഷൻ പോലെയാണ് ഇതെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡെയിലി ഒരു 1 hour ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ഒരു പോസിറ്റീവ് തിങ്കിങ് അവയർനെസ് ക്ലാസ്, ആ ഒരു പോസിറ്റീവ് ഫുഡ് ഫീഡിങ് ഇത് റെഗുലറായിട്ട് ബ്രഹ്മകുമാരീസിൽ ഡെയിലി 1 hour പോസിറ്റീവ് തിങ്കിങ് ക്ലാസ് ഉണ്ട്. അതൊരു കൗൺസിലിംഗ് പോലെയാണ് വ്യക്തിക്ക്, വ്യക്തിഗത കൗൺസിലിംഗ് ആണ് അതിൽ കിട്ടണത്. അപ്പം അതിലൂടെ നമുക്ക് തന്നെ നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ് ക്ലാസ് എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലെ എനിക്ക് എന്നെ കാണാൻ, എൻ്റെ പ്ലസ്സും മൈനസും തിരിച്ചറിയാൻ, പ്ലസ്സുകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാനും മൈനസുകളിൽ നിന്ന് മുക്തമാകാനുമുള്ള ഒരു ശക്തിയാണ് കിട്ടണത്. അത് കൂടാതെ ഇടവേളകളിൽ എങ്ങനെ ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, അതുപോലെ എല്ലാ 1 hourലും 1 minute മെഡിറ്റേഷൻ. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് സ്കൂളിലിരുന്നാലും കോളേജിലിരുന്നാലും ജോലി സ്ഥലത്തായാലും കൂടുതൽ വേണ്ട, 1 minute അല്ലെങ്കിൽ 30 seconds മെഡിറ്റേഷൻ. അതിലൂടെ വ്യക്തിക്ക് തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ലഹരി, നമുക്ക് പോസിറ്റീവ് ലഹരി തരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ശാന്തി, സുഖം, ശക്തി, എന്തിനു വേണ്ടിയിട്ടാണോ ഈ നശീകരണ വസ്തുക്കളുടെ പിന്നാലെ പോണേ, പോസിറ്റീവ് ഫീലിങ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ദുഃഖവും മറക്കാൻ ആൾക്കാർ അതല്ലേ പറയണേ, സുഖം കിട്ടാൻ, സന്തോഷം കിട്ടാൻ. ആ സാധനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, സുഖവും ശാന്തിയും ശക്തിയും ആനന്ദവും. ആ ഒരു അകക്കണ്ണാണ് നമ്മൾ ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ എല്ലാവർക്കും ആ 3rd eye ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നർ വേൾഡിലേക്ക് യാത്ര ചെയ്യാനും എല്ലാ പോസിറ്റീവ് ഫീലിങ്സുകളും നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. അകത്തേക്ക് തിരിഞ്ഞത് കണ്ടെത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ നശീകരണ വസ്തുക്കൾക്ക് പിന്നാലെ സുഖം തേടി വ്യക്തി ആയില്ല. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം സാറിനോട് പറയാനുള്ളത്, 100,000-ലധികം ചെറുപ്പക്കാർ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ
റെഗുലറായിട്ടുള്ള ഈ രാജയോഗി ലൈഫ് സ്റ്റൈലിലൂടെ ജീവിതത്തിൽ തെറ്റിലേക്ക് പോകാതിരിക്കാനും പോയവർ തിരിച്ചു വന്നവരുമുണ്ട്. ചെറുപ്പക്കാരാണ്. 15 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ റെഗുലർ ലൈഫ് സ്റ്റൈലിലൂടെ, കാരണം ഇത് കേവലം മെഡിറ്റേഷൻ മാത്രമല്ല, ടോട്ടൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വ്യക്തി എങ്ങനെ തൻ്റെ റെഗുലർ റുട്ടീൻ, സ്കൂളിലായാലും കോളേജിലായാലും വീട്ടിലെ ഒരു വീട്ടമ്മയായാലും ഓഫീസിലായാലും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് നമുക്കിതിലൂടെ കിട്ടണം. ഇവിടെ തീർച്ചയായും എക്സൈസിൻ്റെ ധാരാളം സേവനങ്ങൾ നമ്മൾ കാണാറുണ്ട്. നല്ല നല്ല തെരുവ് നാടകങ്ങൾ ഉൾപ്പെടെ വളരെയധികം സേവനങ്ങൾ സാറിനെ പോലെയുള്ള മേധാവികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അട്ടപ്പാടിയിൽ നമ്മുടെ സേവാ കേന്ദ്രം, അവിടുന്ന് സഹോദരിമാർ അവിടുത്തെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് നമ്മളെ വിളിക്കാറുണ്ട്. അവിടെ പോയി നമ്മൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതുപോലെ കേരളത്തിലുടനീളമുള്ള ബ്രഹ്മകുമാരീസ് സെൻറ്റേഴ്സിലെ സഹോദരന്മാർ എവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം നടക്കുന്നോ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രോഗ്രാം നടക്കുന്നുണ്ടോ, അവിടെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഇൻറ്റേർണലി അവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലെ ശക്തികളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്ക് നൽകിക്കൊണ്ട് അവരെ സ്വന്തം കാലിൽ നമ്മൾ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. കാരണം പ്രോബ്ലം 3 സ്ഥലത്താണ്. ഒന്ന് അശാന്തമായ മനസ്സ്, മറ്റൊന്ന് അലയുന്ന ബുദ്ധി, പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല, മൂന്നാമത്തേത് അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന ജന്മാന്തരങ്ങളിലെ മോശമായ ചില സംസ്കാരങ്ങൾ, ചില ദുശീലങ്ങൾ. അതൊരു പക്ഷേ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാകാം, അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നുള്ളതാകാം, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നതാകാം. അപ്പൊ ഈ 3 തലങ്ങളിലാണ് നമ്മൾ ഈ രാജയോഗി ലൈഫ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നത്, സൂക്ഷ്മതലത്തിൽ. അതുകൊണ്ടാണ് ചേഞ്ച് കൊണ്ടുവരാനും ആ ചേഞ്ച് പെർമനൻ്റ് ആക്കി മാറ്റാനും അവർക്ക് കഴിയണം. അപ്പം അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഈ സേവനങ്ങൾ തീർച്ചയായും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം ചേർന്ന് ചെയ്യാൻ നമുക്കും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സേവനങ്ങൾ എപ്പോഴും തീർച്ചയായിട്ടും സാറ് ആവശ്യപ്പെടുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ എവിടെയാണെങ്കിലും എല്ലായിടത്തും എല്ലാ താലൂക്കുകളിലും ഗ്രാമങ്ങളിലും നമ്മുടെ സേവാ കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് ഈ മഹാവിപത്തിനെ നേരിടുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. കാരണം ഇതിൽ നമുക്ക് പറയുകയല്ല, ആവശ്യം പ്രവർത്തനമാണ്. നമ്മുടെ ഈ സേവനം, ഈ അവയർനെസ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് സാറ് എത്തിയതിന്, നമ്മുടെ കൗൺസിലർ എത്തിയതിന്, ഒപ്പം ഇത്രയും സഹോദരന്മാർ ഈ ഇരിക്കുന്നവർ, ഇവരെല്ലാം സ്കൂൾ ഏജിൽ മുതലേ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നവർ. അവർ സ്കൂൾ കോളേജിൽ പോകുന്നതിനോടൊപ്പം തന്നെ അവരിതിൽ പഠിക്കുകയും ആ പഠിപ്പിലൂടെ അവർക്കുണ്ടായ ബെനിഫിറ്റ് എല്ലാവരോടൊപ്പം പങ്കുവയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവർ തന്നെ ഈ സേവനത്തിന് പോണത്. കാരണം ഞങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുമ്പോൾ, ചിലർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയവുമായി കോണ്ടാക്റ്റിൽ വന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഫാമിലി കാരണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ വിദ്യാർത്ഥി ജീവിതത്തിൽ നമ്മൾ തന്നെ സ്വമേധയാ തേടിയെത്തിയത്, അങ്ങനെ പലതരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് നോക്കിയാൽ സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിന് ഈ ബ്രാഞ്ച് നടത്തുന്നവരെല്ലാവരും ചെറുപ്പക്കാരായിരിക്കും, സഹോദരിമാരാണെങ്കിലും. അതിൻ്റെ പ്രധാന പ്രചോദനം നമ്മൾ സ്കൂൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ലഭിച്ച ഈ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിനുണ്ടായ ആ ഒരു പോസിറ്റീവ് എംപവർമെൻറ്റ് നമ്മളെ പോലെ സമൂഹത്തിൽ എല്ലാവരും അവർക്ക് കുട്ടിക്കാലം മുതൽ ആ ഒരു പ്രേരണ കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആഫ്റ്റർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പലരും ജോലി ചെയ്തതിന് ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ജോലിയിൽ നിന്ന് VRS എടുത്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം വോളണ്ടറി സേവനമാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യം തന്നെ ഇതാണ്. പോസിറ്റീവായൊരു ലഹരിയുണ്ട്, ആ ലഹരിയിലൂടെ ഈ നെഗറ്റീവായി വിപത്തിൽ നിന്ന് നമുക്കെല്ലാം രക്ഷപ്പെടാൻ കഴിയും. ആ ഒരു അവയർനെസ് എല്ലാവർക്കും നൽകുക എന്നതാണ്. അത് നൽകുമ്പോൾ അതിലൂടെ ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷമാണ്, ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സാലറി. അതുകൊണ്ട് ഇവിടെ മറ്റ് സാലറിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഇല്ല. നമുക്ക് ഏറ്റവും വലിയ സാലറി ബ്ലെസ്സിങ്സ് ആണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖവും അശാന്തിയും നീങ്ങുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാലറി. അതുകൊണ്ട് ഈ സേവനങ്ങളിൽ നമ്മളും
തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം ഗവൺമെൻറ്റിനോടൊപ്പം അവസാനം വരെ ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. സാറ് ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നതിന് വളരെ വളരെ നന്ദി. നന്ദി ബ്രഹ്മകുമാരി മീന ബെഹൻജി. അടുത്തതായി നമ്മുടെ വാർഡ് കൗൺസിലറായ ശശികുമാർ സഹോദരൻ ഈ റാലിക്ക് ആശംസകൾ നൽകുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബ്രഹ്മകുമാരി മീന ബഹൻജി, എന്നിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള PK സതീഷ് സാർ, ഗോപാലകൃഷ്ണൻ ബ്രദർ, അതുപോലെ തന്നെ ഈ ജാഥ നയിക്കുന്ന, ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ നയിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാരായിട്ടുള്ള പ്രമീള, മറ്റു ബ്രദേഴ്സ്, കവിത സിസ്റ്റർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതിൽ തന്നെ യുവജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഈ മാനവ വിഭവശേഷിയുടെ കരുത്തിലാണ് ഇന്ന് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ആ ഗതകാല പ്രൗഢിയിലേക്ക് ഇന്ത്യ അതിവേഗം നടന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം, ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ നിലപാടുകൾ ലോകം അതോർത്ത് നിൽക്കുന്ന കാഴ്ചകൾ പല മേഖലകളിലും കാണുന്നു. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ലോകം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്ന കാഴ്ചകൾ കാണുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം പോലെയുള്ള ഭാരതത്തിൻ്റെ അമൂല്യമായിട്ടുള്ള സമ്പത്തുകൾ ലോകം മുഴുവൻ അനുകരിക്കുവാനും അത് അനുഭവത്തിൽ കൊണ്ടുവരുവാനും വേണ്ടി വരി നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നു. പക്ഷേ ഈ പ്രയാണത്തെയൊക്കെ തടസ്സപ്പെടുത്തുവാൻ ആഗോളതലത്തിൽ തന്നെയുള്ള ചില ചിദ്രശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലഹരി വസ്തുക്കൾ നമ്മുടെ ഈ രാജ്യത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ, നമ്മുടെയൊക്കെ കൗമാരത്തിലൊക്കെ കേട്ടിരുന്ന ലഹരിയുടെ പേരുകളല്ല ഇന്ന് കേൾക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാസലഹരികളും സിന്തറ്റിക് ലഹരികളുമെല്ലാമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് പുരുഷന്മാരിലായിരുന്നു കൂടുതൽ ഉപഭോഗം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് നമ്മുടെ സ്ത്രീ സമൂഹത്തെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. പ്രായഭേദമിന് വളരെ കൗമാരത്തിന് തൊട്ട് മുന്നേ വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ലഹരി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ സമ്പന്നമായിട്ടുള്ള മാനവ വിഭവശേഷി അച്ചടക്കമില്ലാതായി കഴിഞ്ഞാൽ, ആരോഗ്യമില്ലാതായി കഴിഞ്ഞാൽ അവിടെ ഈ രാജ്യത്തിൻ്റെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. ഈ രാജ്യമാണ് ശിഥിലമാക്കപ്പെടുന്നത്. നമ്മുടെ ഐക്യമാണ് ഇല്ലാതാക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ത്യ പാക് അതിർത്തിയിൽ ഗുജറാത്തിലും പഞ്ചാബിലും എല്ലാം അതിർത്തി കടന്നു വന്നിട്ടുള്ള ലഹരിയുടെ ഒരു കടന്നുകയറ്റത്തെക്കുറിച്ചറിയാം. അത് പഞ്ചാബിൽ ഉണ്ടാക്കിയിട്ടുള്ള തീവ്രവാദ ആശയങ്ങൾക്ക് നൽകിയിട്ടുള്ള പിൻബലങ്ങളെക്കുറിച്ചറിയാം. അത്തരം ഒരു വിപത്ത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം എല്ലാവരും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരണം. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ, ഇതൊരു സർക്കാർ സംവിധാനത്തിലൂടെ, ഒരു നിയമനിർമ്മാണത്തിലൂടെ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്നും ലഹരിയെ വിമുക്തമാക്കാൻ സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ ബലത്തിലാണ് ഈ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും പിന്തുണ കൂടി ഈ ഒരു യജ്ഞത്തിന് വേണമെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മിഷൻ സ്പന്ദനം എന്ന ഈ യജ്ഞം തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു യജ്ഞത്തിന് വ്യക്തി നിർമ്മാണം അതിൻ്റെ ഒരു സ്ഥാപിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് യുവതിയുവാക്കളെ ഉത്തമ പൗരന്മാരായി വളർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള നൂറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയവും പങ്കുചേർന്നതിൽ ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ സന്ദേശം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുവാൻ ബ്രഹ്മകുമാരീസിലെ ഓരോ അംഗങ്ങളും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലഹരി വിമുക്ത യാത്രയ്ക്ക് എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശശികുമാർ സർ. അടുത്തതായി ലഹരി വിമുക്ത കേരളം എന്നതാണ് ബ്രഹ്മകുമാരീസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യം. സ്കൂളുകളിലും കോളേജുകളിലുമാണ് ബ്രഹ്മകുമാരീസ് ഈ പ്രവർത്തനങ്ങൾ കൂടുതലായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഈ ക്യാമ്പയിനുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പവിത്ര ബെഹനാണ്. പവിത്ര ബെഹൻ ഇതുപോലെ തന്നെ
വളരെ കൗമാര പ്രായത്തിൽ തന്നെ സ്കൂൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ബ്രഹ്മകുമാരീസിന്റെ കോണ്ടാക്റ്റിലേക്ക് വന്നതാണ്. ഇപ്പോൾ സീനിയർ രാജയോഗി ടീച്ചറായി പട്ടാമ്പി, ആറങ്ങോട്ടുകര, ഷൊർണൂർ സെന്ററുകളുടെ ചുമതല കൂടെ വഹിക്കുന്നു. സിസ്റ്റർ ഇപ്പൊ നമുക്ക് ഏവർക്കും ഈ ക്യാമ്പയിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ്. ശാന്തി. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിച്ചത്. കോഴിക്കോടിൽ നിന്നും മലപ്പുറത്തേക്ക് നമുക്ക് സ്വീകരണം ലഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ, ഇന്നലെ വൈകുന്നേരം വരെ 10 ദിവസത്തോളം യാത്രയുടെ കൂടെ തന്നെയുണ്ട്. വാസ്തവത്തിൽ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഊർജം നമുക്ക് പകരുന്ന ഒരു യാത്രയാണ് ഈ ലഹരി വിമുക്ത യാത്ര എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു ദിവസം തന്നെ നമ്മൾ മാക്സിമം 4 സ്കൂളുകൾ വരെ കവർ ചെയ്യാറുണ്ട്. ശനി ഞായറും മാത്രം കൂടുതൽ ജംഗ്ഷൻസ് ആയിരിക്കും. ഒരു ദിവസം ഒരു 3, 4, 5 സ്കൂളുകൾ വരെ കവർ ചെയ്തതുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 30-35 സ്കൂളുകളോളം നമ്മൾ ഈ 10 ദിവസത്തോളം കവർ ചെയ്തു. അതിൽ ഓരോരോ കോളേജുകളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. മാക്സിമം സ്കൂളുകൾ തന്നെയായിരുന്നു. അതിൽ ചില സ്കൂളുകളിലെ സ്ട്രെങ്ത് 450-500 വരെ ഉണ്ടായിരുന്നു. ഷൊർണൂരിൽ നിങ്ങൾക്കറിയായിരിക്കും, പണ്ടത്തെ ഒരു സ്കൂളാണ് KVR സ്കൂള്. വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളാണ്. അവിടെ 800 കുട്ടികളോളം വരെ പങ്കെടുപ്പിച്ചു. 2 ബാച്ചുകളിലായിട്ട് പങ്കെടുപ്പിച്ചിരുന്നു. അപ്പോൾ എവിടെയൊക്കെ പോകുന്നു അവിടെയുള്ള അധ്യാപകർക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും വളരെ നല്ലൊരു ഊഷ്മളമായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു അവർ നമുക്ക് തന്നത്. കാരണം സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ആയതുകൊണ്ട് എല്ലാവരും നമുക്ക് സമയവും നൽകുന്നുണ്ട്. ചില സ്കൂളുകളിൽ ഹൈസ്കൂൾ സെക്ഷന് മാത്രം അവരുടെ ഈ ഒരു സിലബസ് പൂർത്തിയാക്കണം എന്നുള്ള രീതിയിൽ നമുക്കൊരു അരമണിക്കൂർ തന്നു. ബാക്കി കൂടുതലായിട്ടും ഈ ഒരു കാര്യങ്ങൾ ശ്രവിക്കുന്നതും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും UP സെക്ഷനിലെ കുട്ടികളാണ്. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിന് താഴെയുള്ളവരാണ്. അവരെന്താണെങ്കിലും വളരെ ഉത്സുകരായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വളരെ വിജയകരമായിട്ട് 10 ദിവസത്തോളം സിസ്റ്റർ പറഞ്ഞ പോലെ ആശീർവാദത്തിൻ്റെ ശമ്പളം അല്ലേ, സാലറി കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പം അതുപോലെ നമുക്ക് നിങ്ങളെല്ലാവരുടെയും ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ആശീർവാദമാകുന്ന ശമ്പളം കിട്ടി. ആ സന്തോഷത്തോടുകൂടി എനർജറ്റിക് ആയിട്ട് ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ലാതെ ഞങ്ങളെല്ലാവരും ഇത്രയും ദിവസം യാത്ര ചെയ്തു. ഇനിയും തുടർന്നുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും ആശീർവാദവും ആവശ്യമാണ്. താങ്ക് യു. നമസ്കാരം. നന്ദി പവിത്ര ബഹൻ. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിൽ തന്നെ ക്യാമ്പയിനിൽ തന്നെയുള്ള വൈശാഖ് ഭായി കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പാലക്കാടിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹവും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ബ്രഹ്മകുമാരീസുമായി കോണ്ടാക്റ്റിലേക്ക് വന്നതാണ്. സ്കൂൾ ലെവലിലുള്ള പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം എങ്ങനെ കോളേജിലും അതുപോലെ ഇപ്പോൾ ജോലിയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ യുവസമൂഹത്തിനിടയിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പങ്കുവെക്കുന്നതാണ് അനുഭവങ്ങൾ. ഓം ശാന്തി. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, എക്സൈസ് കമ്മീഷണറായ ശ്രീ സതീഷ് സാർ, കൗൺസിലറായ ശശികുമാർ സാർ, ബാക്കിയെല്ലാ ബ്രഹ്മകുമാരി സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ ഒരു BK ലൈഫ് ബ്രഹ്മകുമാരീസിലേക്കുള്ള എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ ഐ വാസ് സ്റ്റഡിയിങ് മൈ സ്കൂൾ. ഒരു യങ് ഏജിലായിരുന്നു. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കിട്ടിയൊരു നോട്ടീസാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: വ്യാകുലത, ഉത്കണ്ഠ, ഭയം, അസുരക്ഷിതത്വം ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമാണ് ധ്യാനം എന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, എന്നാൽ ഈ മെഡിറ്റേഷൻ സെൻറ്ററിലൊന്ന് പോയി നോക്കാം, എന്താണ് എന്നറിയാം. അപ്പോൾ അന്നത്തെ ഒരു ക്യൂരിയോസിറ്റിയിൽ കുറേ സ്ഥലങ്ങളിൽ പോയി, എന്നിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും എവിടെയും പോയി നോക്കാം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഈ ശിവജ്യോതി ഭവനിലേക്ക് വരുന്നത്. അന്ന് ഞാൻ 9th സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുകയായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് ചെയ്തപ്പോഴാണ് വെറും ആങ്സൈറ്റി ഡിസോർഡറിനുള്ളൊരു മെഡിസിൻ മാത്രമല്ല മെഡിറ്റേഷൻ. സിസ്റ്റർ പറഞ്ഞ പോലെ എന്താണ് മെഡിറ്റേഷൻ എന്നാൽ, ഇപ്പോൾ യൂട്യൂബിലും മറ്റുമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഗൈഡഡ് മെഡിറ്റേഷനൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ചെയ്യുന്നത് മാത്രമല്ല, ഇതൊരു മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലാണ്, രാജയോഗ ജീവിത ശൈലി എന്നാണ് പറയുക. അപ്പോൾ ഈ ജീവിത ശൈലിയാണ് ഞാനൊരു കഴിഞ്ഞൊരു 10 to 12 years ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ എൻ്റെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ജോബിൻ്റെ എല്ലാ സമയത്തും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പം എന്നോട് പലരും കളിയാക്കാറുണ്ട്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ നീ സന്യാസിയാവാൻ പോവാണോ, നീ എന്താ ഞങ്ങളുടെ കൂടെ ഒന്നും വരാത്തത്, നീ എന്താ ഞങ്ങളുടെ കൂടെയുള്ള ഈ പാർട്ടികൾക്കൊന്നും വരാത്തത്, ഞങ്ങളുടെ കൂടെ യാത്രയ്ക്കൊന്നും വരാത്തത്, നീ ഫുൾ ടൈം അവിടെയാണല്ലോ, നീ അവിടെ അഡിക്റ്റഡ് ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഐ തിങ്ക് ഐ എം അഡിക്റ്റഡ് ടു ബ്രഹ്മകുമാരീസ്. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു നമ്മളുടെ ടോപ്പിക് അഡിക്ഷൻ ആയതുകൊണ്ട് പറയുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പലരോടും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സാറ് വളരെയധികം നമ്മളെ മൂവിങ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് സതീഷ് സാർ ഇവിടെ ഷെയർ ചെയ്തു. അത് കേട്ട സമയത്ത് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇൻസിഡൻസ് കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു എത്രയാണ് ഇതിൻ്റെ ഡെപ്ത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മദ്യപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറയുന്നത് മദ്യപിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ചിന്തയിൽ ബാക്കിയുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അവർ ആ സമയത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഈ മദ്യപിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം മെഡിറ്റേഷൻ എങ്ങനെയാണ് അവിടെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എക്കാർട്ട് ടോളയുടെ ഒരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് നൗ എന്നാണ് അതിനെ പറയാം. അതായത് കോൺഷ്യസ് ലിവിങ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ ലിവിങ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് അവയർനെസ് എന്താണ് എന്നുള്ള കാര്യമാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ലഹരി എന്ന് പറയുന്നത് എന്താണ് ഈ ലഹരി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി ലഹരിയുടെ നമുക്കൊരു സ്പെക്ട്രമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്പെക്ട്രത്തിലാണ്, എക്സ്ട്രീം എൻഡിലാണ് ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, ഡ്രഗ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഇപ്പുറത്തൊരു എൻഡ് ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിയാലിറ്റി ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുവിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ ജനറേഷൻ കൂടുതൽ ലഹരിയെ ആശ്രയിക്കുന്നത് റിയാലിറ്റി ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് റിജക്ട് ചെയ്തു ഉടനെ തന്നെ അതിനെ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ റിയാലിറ്റി ഇവേഡ് ചെയ്യാൻ വേണ്ടി അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി അവർ ഉപയോഗിക്കുന്നത്. സെയിം തിങ്, അത് ഇത്രയും എക്സ്ട്രീം എൻഡിൽ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഭക്ഷണത്തിനോട് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് എന്താ കഴിക്കുന്നത്, ഇന്ന് എനിക്കൊരു സുഖമില്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇഡ്ഡലിയോ ദോശയൊന്നും കഴിച്ചാൽ പോരാ, രാത്രി പോയിട്ട് ഒരു കുഴിമന്തിയോ അല്ലെങ്കിൽ പൊറോട്ടയും ബീഫോ അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ. അപ്പോൾ സിമിലർലി നമ്മുടെ ലൈഫിൽ നമ്മൾ ഫുഡിനോട് സ്ട്രെസ് ഈറ്റിംഗ് എന്നാണ് അതിനെ പറയുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ തുടങ്ങിയിട്ടാണ് അതിൻ്റെ ആ ഒരു എല്ലാ കാര്യത്തിലും ഈ റിയാലിറ്റി ഇവേഡ് ചെയ്യുന്ന ഒരു യങ് ജനറേഷൻ്റെ പ്രശ്നമാണ് അൾട്ടിമേറ്റ്ലി അവർക്ക് ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള സാധ്യതകളിലേക്ക് അവരെ നയിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അവിടെ എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രാജയോഗ മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനാണോ ഇവിടെ വരുന്നതല്ല, ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഒരു 360 ഡിഗ്രി ട്രാൻസ്ഫോർമേഷനാണ്. ഏറ്റവും നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പരിവർത്തനപ്പെടുത്തിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് രാജയോഗ ലൈഫ് സ്റ്റൈൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഈ ഒരു അവസരം തന്നതിന് BK സിസ്റ്റേഴ്സിനോടും ബ്രദേഴ്സിനോടും ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി വൈശാഖ ബ്രദർ. അടുത്തതായി വൈശാഖ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏവർക്കും ഒരു ദൃഢമായിട്ടുള്ളൊരു പ്രതിജ്ഞ ചെയ്യണം. ദൃഢസങ്കല്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുടുംബ ബന്ധങ്ങളെയും സുസ്ഥിരമാക്കുന്നതിന് സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല. രാജയോഗം പരിശീലിച്ചുകൊണ്ട് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന് ഞാൻ നിമിത്തമാകും. ഈ പ്രതിജ്ഞ നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരീസ് സുകന്യ സിസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുകന്യ സിസ്റ്ററും ഈ പറഞ്ഞതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ, അതും പ്രത്യേകിച്ച് കോളേജിൽ തന്നെ ലെക്ചറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെടുന്നത്. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് വലത് കൈ നിവർത്തിപ്പിടിച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. ഓം ശാന്തി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ ഏതെങ്കിലും സാഹചര്യ സമ്മർദ്ദത്താലോ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടുകയില്ല. എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ലഹരി മുക്തമാക്കുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. ഞാൻ സർക്കാരിൻ്റെ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും അനുസരിക്കും. ഞാൻ
എൻ്റെ സ്ഥാപനത്തെ, ഓഫീസിനെ, വിദ്യാലയത്തെ, വീടിനെ, പരിസരത്തെ ശുചിത്വപൂർണവും ലഹരിമുക്തവുമാക്കും. എൻ്റെ ഭാരതം ലഹരിമുക്ത ഭാരതം. എൻ്റെ കേരളം ലഹരിമുക്ത കേരളം. എൻ്റെ നാട് ലഹരിമുക്ത നാട്. ജയ് ഹിന്ദ്. താങ്ക് യു. നന്ദി സുകന്യ ബഹൻ. നമുക്കേവർക്കും വീണ്ടും ഈ ക്യാമ്പയിൻ അടുത്ത 20 ദിവസങ്ങൾ കൂടി പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉണ്ടാകും. അടുത്ത 20 ദിവസത്തേക്ക് കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ശുഭസങ്കല്പങ്ങളും ഗുഡ് വിഷസും നമുക്കായി നൽകണം. അതിനുവേണ്ടി സർവീശ്വരനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ സഭ പിരിയാം. ഓം ശാന്തി. ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചെത്തിയ സതീഷ് സാറിനും ഒപ്പം തന്നെ ശശികുമാർ സാറിനും ബ്രഹ്മകുമാരീസിൻ്റെ ഈശ്വരീയോപഹാരം ബ്രഹ്മകുമാരി മീന ബെഹൻജി നൽകുന്നു. താഴെ ഫ്ലാഗ് ഓഫ് നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വാഹനത്തിൻ്റെ സമീപത്ത് പോയിട്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഇന്നത്തെ നമ്മുടെ വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സതീഷ് സാറും ശശികുമാർ സാറും ഒപ്പം നമ്മുടെ ബ്രഹ്മകുമാരി മീന ബെഹൻജിയും ചേർന്നാണ്.